തിരുത്തലുകൾ ഉണ്ടാകും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം തങ്ങൾക്ക് ഒരു പാഠമാണ്, തിരിച്ചടിയാണ് എന്ന് AICC ജനറൽ സെക്രട്ടറിയും ഹൈക്കമാൻഡ് പ്രതിനിധിയുമായ താരിഖ് അൻവർ സമ്മതിക്കുന്നു. തിരുത്തലുകൾ ഉണ്ടാകുമെന്ന് പറയുന്നു. തിരുത്തലുകളിലൂടെ കോൺഗ്രസ് തിരിച്ചു വരും എന്നുള്ള ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്നു. എന്ത് തരത്തിലുള്ള തിരുത്തലുകൾ വേണം പാർട്ടിയിൽ ഈ പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിക്കുന്ന നേട്ടമുണ്ടാക്കാൻ? രഞ്ജിത്തെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി വന്നിരുന്ന എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് കേട്ടു. ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാം. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ഒരു പൗരൻ എന്നുള്ള നിലയിലും എന്നെ പോലുള്ളവർക്ക് ഞങ്ങളുടെ ജീവനിൽ കുറച്ച് കൊതിയുണ്ട്. അതായത് അടുത്ത 5 വർഷവും കൂടി പിണറായി വിജയൻ ഇവിടെ ഭരിക്കാം. ഞങ്ങളിൽ പലരും ഈ ലോകത്ത് തന്നെ ജീവനോടെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പിണറായി വിജയൻ ഇവിടെ ഭരിച്ചപ്പോൾ ഒരു കാരണവുമില്ലാതെ 10 ദിവസം ജയിലിലിട്ടതാണ് എന്നെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അനീതിക്കെതിരെ പോരാടുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവൻ, ഞങ്ങളുടെ അതിജീവനത്തിൻ്റെതാണ് ഇവിടുത്തെ പ്രശ്നം. ഞങ്ങളുടെ റൈറ്റ് ടു ലൈഫാണ് ഇവിടുത്തെ പ്രശ്നം. ഞങ്ങളുടെ ആർട്ടിക്കിൾ 21 ഇവിടുത്തെ പ്രശ്നം. ആ പ്രശ്നം പറയുമ്പോൾ ഈ പന്തളം സുധാകരനെ പോലുള്ള നേതാക്കന്മാർ വന്നിരുന്ന് എന്തുവാണ് അവർ കിടന്ന് പുലമ്പുന്നത്? എന്താണ് അദ്ദേഹം പറഞ്ഞത്? 46% LDF-നുണ്ട്, തൊട്ടു പുറകിൽ 36%. ഇതെന്തുവാണിത്? 46%-ന്റെ 10%-മാണ് സുഹൃത്തെ 36. അല്ലാതെ തൊട്ടു പുറകിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നിങ്ങൾ വന്നിട്ട് പറയും ഞങ്ങൾക്ക് 47 സീറ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾ 55 സീറ്റിലേക്ക് മുന്നേറി. അതുകൊണ്ട് ഈ നാണം കെട്ട ഗ്രൂപ്പ് പണിയുണ്ടല്ലോ, ഈ നാണം കെട്ട ഗ്രൂപ്പ് പ്രവർത്തനം, ഈ നാണം കെട്ട I ഗ്രൂപ്പും A ഗ്രൂപ്പും KC വേണുഗോപാൽ ഗ്രൂപ്പും മറ്റവന്റെ പെട്ടി തൂക്കിയ ഗ്രൂപ്പും ഇവന്റെ പെട്ടി താങ്ങിയ ഗ്രൂപ്പും ഈ പണി നിങ്ങളൊന്ന് ഇനിയെങ്കിലും അവസാനിപ്പിച്ചു വെക്കുക. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഏറ്റവും നാണം കെട്ട ഒരു ഗവൺമെന്റ് അല്ലേ ഇവിടെ ഉണ്ടായിരുന്നത്? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു ശ്രീ പന്തളം സുധാകരൻ? എന്റെ സുഹൃത്താ, ഞാൻ ചോദിക്കാം, എന്ത് ചുക്കാണ് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞത്? നിങ്ങൾ ഈ ഏറ്റവും നാണം കെട്ടി നിൽക്കുന്ന ഈ CPM-ന്റെ ഒരു രോമത്തെ തൊടാൻ ശ്രീ പന്തളം സുധാകരൻ നിങ്ങളുടെ കോൺഗ്രസുകാർക്ക് കഴിഞ്ഞോ? എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും 46-ന്റെയും 36-ന്റെയും കണക്കും പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം, വളരെ സുഖസുന്ദരമായി പിണറായി വിജയൻ 5 വർഷം കൂടെ ഇവിടെ ഭരിക്കും. പിണറായി വിജയൻ ഏകാധിപത്യം ഇവിടെ നടക്കും. അപ്പോഴും നിങ്ങൾ ചാനലിൽ വന്നിരുന്ന് ഞങ്ങൾ തൊട്ട് പുറകിലുണ്ട് എന്ന് പറയും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കേരളത്തിലെ CPM-നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഈ പന്തളം സുധാകരനെ പോലുള്ള നേതാക്കന്മാർക്ക് ഞാൻ പന്തളം സുധാകരനോട് ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങൾക്ക് CPM-നെ അറിയില്ല സുഹൃത്തെ. എന്ത് ജനങ്ങൾ ചോദിച്ചാലും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു CPM-ആണ് ഇപ്പൊ കേരളത്തിലുള്ളത്. ഏത് മതങ്ങളുടെ മുമ്പിൽ പോയും കാലിത്തിരുമാൻ മടിയില്ലാത്ത, SDPI-യുടെ മുമ്പിൽ കാലിത്തിരുമാൻ മടിയില്ലാത്ത, CPM-യുമായി പിന്നെ BJP-യുമായി പോലും ഒത്തുപോകാൻ മടിയില്ലാത്ത ഒരു CPM-ന്റെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത്. കിറ്റ് കൊടുത്ത് ആളുകളെ ജയിപ്പിക്കാൻ നടക്കുന്ന CPM, സ്വാധീനം കൊടുത്ത് ജയിപ്പിക്കാൻ നടക്കുന്ന CPM, ജോലി കൊടുക്കാൻ നടക്കാൻ ശ്രമിക്കുന്ന CPM, പണം വേണമെങ്കിൽ പണം കൊടുക്കാൻ ശ്രമിക്കുന്ന CPM. അങ്ങനത്തെ ഒരു രണ്ടും കെട്ട CPM-ന്റെ മുന്നിൽ നിന്നുകൊണ്ട് നാണം കെട്ട